ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റേഷ്യോ ഉണ്ട്. സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്. ഒന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞു തരും എനിക്ക്, ഇത് കാണാനുള്ള അവിടെ നോക്കിയാൽ. ചിലവർക്ക് അറിയുണ്ടാവും, അറിയാത്തവരവിടെ പോയിട്ട് പറയും. ഫിക്സഡ് വോളിയം വേരിയൻസ് കാണാൻ ഏതാ? 1 - 2 അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ നോക്കിയിട്ട് പറയും. -3. ഓക്കെ, താങ്ക് യു. എഴുതിക്കോളൂ. 1 - 3. ഇതിനെ 2 ആക്കില്ലേ? ഇതിനെ 2 ആക്കുക. എത്ര ആക്കുക ശരിക്കും? ഇതിനെ 3. ഏതൊക്കെയാ? കപ്പാസിറ്റി, കലണ്ടർ, എഫിഷ്യൻസി. 3 ഡേ തന്നിട്ടില്ല, അപ്പോൾ ഏതില്ല? കലണ്ടർ ഇല്ല. ബ്രാക്കറ്റിൽ ഇവിടെ എഴുതി വെച്ചാളെ. ഇഫ് നോ ഡേയ്സ് ഗിവൺ, അഥവാ കലണ്ടർ ഇല്ല, അതാ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവുക? കപ്പാസിറ്റി ഉണ്ടാവും. അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 4 അവിടെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്, നോക്കിയിട്ട് പോവാം. അത് കറക്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കലണ്ടർ ഇല്ലെങ്കിൽ 4 - 3. ഓക്കെ, എഴുതിക്കോളൂ. 4 - 3. കപ്പാസിറ്റി ഒരു കാരണം കപ്പാസിറ്റി അല്ലേ. ഇനി അടുത്തേതാണ്? എഫിഷ്യൻസി. 1 - 4 അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സെയിം ഇതിപ്പോൾ ക്ലിയർ ആയെങ്കിൽ ഈ സെയിം സാധനത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? റേഷ്യോ വെക്കാൻ പോവാം. ഓക്കെ, യെസ്. അപ്പോൾ താഴെ എഴുതാം. സെയിം തിങ് മിണ്ടാരി. എഫിഷ്യൻസി 1 - 5 ഇല്ലല്ലോ നമ്മളെടുത്ത്. ഡേയ്സ് ഇല്ലാത്ത കാരണം എന്തില്ല? 5 ഇല്ല. കുഴപ്പമില്ല. സെയിം തിങ് ഓളായാലും പറഞ്ഞില്ല. ചില ആളുകളെ നോക്കിയിട്ട് എഴുതി വെച്ചെടുക്കുക, ചിന്തിക്കുക പോലും ചെയ്തില്ല. തന്നെ സെയിം തിങ്. വേണ്ട. സെയിം തിങ് വി ആർ ഗോയിങ് ടു റൈറ്റ് ആസ് ഫസ്റ്റ് വൺ. നമ്പർ 1, ആക്ടിവിറ്റി ഓർ വോളിയം റേഷ്യോ. ഞാനിങ്ങനെ ആക്കുക, റേഷ്യോ ആക്കുക കേട്ടോ. 1/3 ആക്കുക. 1/3 ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഏത് റേഷ്യോ ആണ്? വോളിയം റേഷ്യോ. 1 - 3 അല്ലേ? അതിനെന്താക്കുന്നത്? 1/3. ഇതിന് ഇക്വേഷനൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് വരാം. ഇതിനെ 2 ആക്കുക അല്ലേ? വോളിയത്തെ 2 ആക്കണം. അപ്പോൾ ഇതിനെ റേഷ്യോയിലാക്കുകയാണ് നമ്മൾ. അടുത്ത റേഷ്യോ ഏതാ? അപ്പോൾ കപ്പാസിറ്റി റേഷ്യോ ഏതായിരിക്കും മക്കളെ? 4/3. മനസ്സിലായില്ലേ? 4 - ഉള്ളത് എന്താക്കാം? ഡിവൈഡ് ചെയ്യാം. കപ്പാസിറ്റി റേഷ്യോ, അല്ലെങ്കിൽ വേറെ പേര് പറയും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ റേഷ്യോ. അടുത്ത് ഏതാ? എഫിഷ്യൻസി റേഷ്യോ. എൻ്റെ വേറെ പേര് എഫിഷ്യൻസിനെ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് വിളിച്ചൂടെ? ഓർ പ്രൊഡക്ടിവിറ്റി റേഷ്യോ. എഫിഷ്യൻസി റേഷ്യോ ഓർ ഏതാ? പ്രൊഡക്ടിവിറ്റി റേഷ്യോ. എങ്ങനെ പറയും? 1/4. സിമ്പിൾ. കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ മുകളിൽ നമ്മൾ സാധാരണ ഫിക്സ്ഡ് വോളിയം വേരിയൻസ് എടുത്തു. ഡേയ്സ് ഇല്ല, അപ്പോൾ കപ്പാസിറ്റി 4 - 3 ആണ്. എഫിഷ്യൻസി 1 - 4 ആണ്. ഇനി ഇതിനൊക്കെ എന്ത് ചെയ്താൽ മതി? 1/3, 4/3, പിന്നെ അതുപോലെ
1/4 ഇട്ടാൽ എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എത്ര റേഷ്യോസ് ഉണ്ട്? 1 2 3 3 റേഷ്യോസ് ഉണ്ട് കേട്ടോ. 1 2 3 ഇത്രയുള്ളൂ. ഇനി നമുക്ക് ഇക്വേഷൻ ആക്കല്ലേ? ഓക്കെ, യെസ്, അടിയിൽ എഴുതാം. ഇതാണ് മെയിൻ സാധനം. ദർ ആർ 3 types of ratios. There are 3 types of ratios. ഒരു പണിയാ, 1 2 3 4 1 2 3 4 അല്ലേ? ഓക്കെ, ഞാൻ ആ സാധനം 1 2 3 4 ഉണ്ട് എഴുതി നോക്കാം നമുക്ക്. 1 2 3 4 ഇത്രയും സാധനം നമ്മുടെ റേഷ്യോയിലില്ലേ? ഇല്ലടാ. 1 എന്താ? 1 അയ്യോ 1 എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ്. ഏത്? ബഡ്ജറ്റിങ്ങിലേക്ക് പോകണം. ഏതാ? ബഡ്ജറ്റ്. തെറ്റിപ്പോയി, സോറി. ഫിക്സഡ് ഓവർ ഹെഡ്. ബഡ്ജറ്റ് അല്ല ഉദ്ദേശിച്ചത്. എന്താ? ഫിക്സഡ് ഓവർ ഹെഡ്. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമ്പർ 2 ഏതാ? ആക്ച്വൽ ഓവർ ഹെഡ് ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അടുത്ത് ആക്ച്വലാ 3 ബഡ്ജറ്റഡ് ആണ്. നല്ല കഥ കേട്ടാ. ബഡ്ജറ്റഡ് ഓവർ ഹവർ ഇൻറ്റു ഏതാണ്? പോയി നോക്ക്. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ്. അത് കാണാൻ എന്താ ഇക്വേഷൻ? ബഡ്ജറ്റഡ് ഹവർ ഇൻറ്റു ബഡ്ജറ്റഡ് റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? യെസ്. അല്ലെങ്കിൽ ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 1 എടുക്കുന്നുള്ളൂ. അടുത്ത ഏതാ? 4ാമത്തെ ഏതാ മക്കളെ? ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പം ഇനി മുകളിലത്തെ സാധനം ഞാൻ എന്താ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലായോ എല്ലാവർക്കും? എന്താ ചെയ്യാൻ പോകണമെന്ന് മനസ്സിലായ? ആക്ടിവിറ്റി റേഷ്യോ 1/3 ഇട്ടാൽ എക്സാം എഴുതാൻ പറ്റുമോ? 1 എന്താ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഡിവൈഡഡ് ബൈ 3 എന്താ? ബഡ്ജറ്റഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഉള്ളൂ, ഇക്വേഷൻ മാത്രം. പക്ഷെ ഇതിനൊരു കണക്ഷൻ ഉണ്ട്. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ റേഷ്യോസൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫില്ല് ചെയ്ത് എഴുതല്ലേ? ഓരോന്നെടുത്തിട്ട്. ഓക്കെ, നേരത്തെ പോലെ തന്നെ ചാർട്ടായിട്ട് തന്നെ വരയ്ക്കാം. നമ്പർ ഏതാ? 1. ആദ്യത്തെ റേഷ്യോ ഏതാ? വോളിയം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആക്ടിവിറ്റി റേഷ്യോ നമ്പർ 1 ഇടയിൽ എഴുതിക്കോ. നമ്പർ 1 ആക്ടിവിറ്റി ഓർ വോളിയം റേഷ്യോ. വോളിയം റേഷ്യോ എങ്ങനെ പറയും? 1/3 അല്ലേ? 1 എന്താ പറയും? ഓർ സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഡിവൈഡഡ് ബൈ പറയും ബഡ്ജറ്റഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, ഇനി ഇതിന് ചെറുതാക്കാൻ പറ്റുമോ? എങ്ങനെ ചെറുതാക്കാം? സ്റ്റാൻഡേർഡ് റേറ്റ് രണ്ടും കട്ടാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഓർ അടിയിൽ എഴുതാം SH ഡിവൈഡഡ് ബൈ BH. ഇനി ഫുൾ ഫോം എഴുതുകയാണെങ്കിൽ എന്താ? SH പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഹവർ എന്ന് മാത്രം എഴുതരുത്. ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഏതാ? ബഡ്ജറ്റഡ് ഹവേഴ്സ്. പിന്നെ ഏത് യൂണിറ്റിനാവും? ബഡ്ജറ്റ് ചെയ്ത്. അല്ലേ? കിട്ടിയില്ലേ? ഇതുപോലെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിന് 2ആയിട്ട് തരം തിരിച്ചോ, അങ്ങനെ തന്നെ കിടക്കട്ടെ. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഏത് കിട്ടണം? അടിയത്തെ 2 അല്ലേ? എക്സ്ക്യൂസ് മീ, അടിയത്തെ കപ്പാസിറ്റിയും എഫിഷ്യൻസിയുടെയും കൂടെ അക്യുമുലേറ്റ് ചെയ്ത് ഇത് വരണം. നമ്മൾ മറ്റേ ഇത് കാണുന്ന പോലെ, വാരിയൻസ് കാണുന്ന പോലെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. 2ാമത്തെ ഏതാ? കപ്പാസിറ്റി റേഷ്യോ, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നും പറയും. ഏതാ? 4/3. 4 എന്താ? ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 3 എന്താ? ബഡ്ജറ്റഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഏത് കട്ട്? സ്റ്റാൻഡേർഡ് റേറ്റ് കട്ട്.
എന്താ ഇക്വേഷൻ വരാം? ആക്ച്വൽ അവർ ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് അവർ. അതിനിപ്പോൾ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത്തേതാ എഫിഷ്യൻസി, അല്ലെങ്കിൽ വേറെ പേരേതാ പ്രൊഡക്ടിവിറ്റി. ആക്ടിവിറ്റി ഏതിന് പറഞ്ഞതാണ്? വോളിയത്തിന് പറയുന്നതാണ് കേട്ടോ. എന്തായിരുന്നു? 1/4. 1 ഏതാ? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 4 ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ്. കട്ടാക്കാം, സ്റ്റാൻഡേർഡ് റേറ്റ് കട്ടാക്കാം. അപ്പോൾ ഏതാ? സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡ് ബൈ. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ പഠിക്കണോ ചോദിച്ചാൽ അങ്ങനെ ഒന്നും പഠിക്കണ്ട. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. എന്താ ആക്ടിവിറ്റി അല്ലെങ്കിൽ വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. അടുത്ത് കപ്പാസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ അവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. എഫിഷ്യൻസി റേഷ്യോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി റേഷ്യോ പറയുമ്പോൾ എന്താ? സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ അവർ. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതിക്കാളെ. ലാസ്റ്റ് ഓർ അല്ലെങ്കിൽ ഫൈനലി ഇനി നമുക്ക് എക്സാമിന് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാത്രം മതി. എങ്ങനെ വന്ന് ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ്. ഫസ്റ്റ് റേഷ്യോ ഏതാ മക്കളെ? ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ഏതാ? വോളിയം റേഷ്യോ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. എപ്പോഴും മനസ്സിലാക്കണം, സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്, പ്രത്യേകിച്ച് എഴുതണ്ടല്ലോ. നമ്പർ 2 കപ്പാസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ആക്ച്വൽ അവർ ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. നമ്പർ 3 എഫിഷ്യൻസി ഓർ പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അവർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ അവർ. ഒന്ന് നോക്കി പഠിച്ചേ. സമയം കളയരുതേ, മൊത്തം വായിച്ചൊക്കെ കണക്ഷൻ ഉണ്ടായിക്കോട്ടെ.